മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി എൻ.ഡി.എ സഖ്യകക്ഷികളായ ബി.ജെ.പിക്കും ശിവസേനയ്ക്കുമിടയിൽ രൂപപ്പെട്ട തർക്കമായിരുന്നു. മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുക്കാമെന്ന് ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡെ വ്യക്തമാക്കി. ഞാനൊരു തടസ്സമാകില്ലെന്ന് നേതാവ് ഏക്നാഥ് ഷിൻഡെ വ്യക്തമാക്കുകയും ചെയ്തു. പ്രധാനമന്ത്രിയോട് ഇക്കാര്യം പറഞ്ഞു. അദ്ദേഹം എന്തു തീരുമാനിച്ചാലും അത് ഞങ്ങൾ അംഗീകരിക്കുമെന്നും ഷിൻഡെ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി. മുന്നണിയിലും പാർട്ടിയിലും ആരും അസ്വസ്ഥരല്ല, ഒരു സ്ഥാനത്തിനും അത്യാഗ്രഹത്തിനും ഇല്ലെന്നും കാവൽ മുഖ്യമന്ത്രി കൂടിയായ ഏക്നാഥ് ഷിൻഡെ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ ദേവേന്ദ്ര ഫട്നാവിസിനെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിക്കാനുള്ള നീക്കത്തിലായിരുന്നു ബി.ജെ.പി. എന്നാൽ ഇതിനെതിരെ ശിവസേന ശക്തമായ എതിർപ്പുമായി രംഗത്ത് വന്നതോടെ സർക്കാർ രൂപീകരണം നീളുകയായിരുന്നു. മഹായുതിയിൽ വൻ വിജയത്തിലേക്ക് നയിച്ചത് ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളാണെന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് ശിവസേന മുഖ്യമന്ത്രി പദത്തിനായിട്ടുള്ള സമ്മർദ്ദം ശക്തമാക്കിയത്. തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് നേടിയത് ബി.ജെ.പി. ആണെന്നത് ശരിയാണെങ്കിലും ബീഹാറിലെ മാതൃക എന്തുകൊണ്ട് മഹാരാഷ്ട്രയിൽ നടപ്പാക്കിക്കൂടെന്നും ശിവസേന നേതാക്കൾ ചോദിച്ചു. ബീഹാറിൽ ബി.ജെ.പിയേക്കാൾ വളരെയേറെ സീറ്റുകൾ കുറവായ ജെ.ഡി.യു നേതാവ് നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം നൽകിയത് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി.ജെ.പി. തങ്ങൾക്ക് മുഖ്യമന്ത്രി പദം വാഗ്ദാനം ചെയ്തിരുന്നതായും ശിവസേന നേതൃത്വം അവകാശപ്പെടുന്നു. എന്നാൽ ഇത്തവണ എന്തുവന്നാലും മുഖ്യമന്ത്രി പദം തങ്ങൾക്ക് വേണമെന്ന നിലപാടിലായിരുന്നു ബി.ജെ.പി. ശിവസേനയുടെ പിന്തുണയില്ലെങ്കിൽ എൻ.സി.പി. പിന്തുണയിൽ ബി.ജെ.പിക്ക് മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരിക്കാൻ സാധിക്കും. 288 അംഗ നിയമസഭയിൽ 132 സീറ്റുകളിലാണ് ബി.ജെ.പി. വിജയിച്ചത്. ശിവസേനയ്ക്ക് 57ഉം എൻ.സി.പിക്ക് 41 സീറ്റുകളുമാണ് ഉള്ളത്. അതേസമയം ശിവസേന അയഞ്ഞ സ്ഥിതിക്ക് മുഖ്യമന്ത്രിയെ നാളെ പ്രഖ്യാപിച്ചേക്കും. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള യോഗം ഡൽഹിയിൽ നടക്കും. ബി.ജെ.പിയുടെ ദേവേന്ദ്ര ഫട്നാവിസ്, ശിവസേനയുടെ ഏക്നാഥ് ഷിൻഡെ, എൻ.സി.പിയുടെ അജിത് പവാർ എന്നിവർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് 1 ഇന്ത്യ.